കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും ലഭിച്ചേക്കില്ല. ഓർഡിനറി സർവീസിൽ മാത്രമായേക്കും. ഫാസ്റ്റ് മുതൽ മുകളിലേക്കുള്ളവയിൽ സൗജന്യം പ്രായോഗികമല്ലെന്നും വിലയിരുത്തൽ. നിർദ്ദേശം സൗജന്യ യാത്രയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേത്. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ളതും ഏവരും ഉറ്റുനോക്കുന്നതുമായ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയേക്കും. കെഎസ്ആർടിസി വിദഗ്ധ സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സർവീസ് രംഗത്ത് പ്രതിസന്ധികൾക്ക് ഇടയാക്കുമെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കിയാൽ മതിയെന്ന് നിർദ്ദേശം ഉയർത്തിയിരിക്കുന്നത്. ഇതിലൂടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാക്കുന്ന നഷ്ടം സർക്കാർ നികത്തും. ഇതിനായി പ്രതിമാസം 90 മുതൽ 100 കോടി വരെ അധികമായി നൽകേണ്ടി വരുമെന്നും സമിതി വിലയിരുത്തുന്നു. കോവിഡിന് മുമ്പ് പ്രതിദിന 35 ലക്ഷം പേരാണ് കെഎസ്ആർടിസിയിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ നിലവിലത് 20-25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. ബസ്സുകളിൽ സൗജന്യ യാത്ര വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് കെഎസ്ആർടിസി പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 15-ന് പദ്ധതി നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയത്. 112 കോടിയുടെ നഷ്ടമാണ് കെഎസ്ആർടിസിയുടെ മുഴുവൻ ബസ്സുകളിലും പദ്ധതി നടപ്പാക്കിയാൽ ഉണ്ടാവുക. ഓർഡിനറിയിലാണെങ്കിൽ 57 കോടിയുടെ ബാധ്യതയും വരും. നിലവിൽ കെഎസ്ആർടിസിക്ക് 4609 ബസ്സുകളാണുള്ളത്. അതിൽ 800 ബസ്സുകൾ തകരാറിലാണ്. 450 ബസ്സുകൾ സ്വിഫ്റ്റിന് കീഴിലും. ബാക്കി വരുന്ന 3359 ബസ്സുകളിൽ തന്നെ ഓർഡിനറി ബസ്സുകളിലാവും പദ്ധതി നടപ്പാക്കുക. സൗജന്യം നൽകുന്നത് മൂലം കെഎസ്ആർടിസിക്ക് ലഭിക്കുന്ന വരുമാനം പകുതിയായി കുറയും. 2025 കണക്കനുസരിച്ച് കേരളത്തിൽ 16,545 റൂട്ടുകളിൽ 4,609 എണ്ണം മാത്രമാണ് കെഎസ്ആർടിസിയുടേത്. നിലവിലോടുന്ന ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റിന് മുകളിലുള്ള ക്ലാസ്സാണ്. സൂപ്പർ ക്ലാസുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാൻ അനുവാദമില്ല. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര പ്രായോഗികമല്ല. സ്വിഫ്റ്റിന് കീഴിലുള്ള ബസ്സുകളിലും സൗജന്യം അനുവദിക്കാൻ സാധ്യതയില്ല. അതിനിടെ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാക്കൾ കെഎസ്ആർടിസി സൗജന്യ യാത്രാ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രിയെ സമീപിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സൗജന്യ യാത്ര എന്താവും എങ്ങനെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ.